നമസ്കാരം. മാസം വെറും 2000 രൂപ വെച്ച് തുടങ്ങിയാൽ 60 വയസ്സാവുമ്പോൾ 1,00,000 രൂപ വരെ പെൻഷൻ കിട്ടുമോ? കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു നടക്കാത്ത കാര്യമായിട്ടൊക്കെ തോന്നാം അല്ലേ? പക്ഷേ ഇത് എങ്ങനെ സാധ്യമാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു വാചകത്തോടെ തുടങ്ങാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വലിയ സാമ്പത്തിക ഭാവിയെ തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മളെടുക്കുന്ന വളരെ ചെറിയ സിമ്പിളായ തീരുമാനങ്ങളാണ്. ശരി, അപ്പോൾ നമുക്ക് അരുണിന്റെ കഥയിലേക്ക് കടക്കാം. എറണാകുളത്താണ് അരുൺ, 22 വയസ്സ്. അരുണിന്റെ ഇപ്പോഴത്തൊരു സാമ്പത്തിക അവസ്ഥയുണ്ടല്ലോ, അതൊരു പക്ഷേ നിങ്ങളിൽ പലർക്കും, പ്രത്യേകിച്ച് ജോലിക്ക് കയറി തുടങ്ങിയവർക്ക് വളരെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിയേ, അരുണിന് കയ്യിൽ കിട്ടുന്നത് 21,000 രൂപ. ഇതിൽ നിന്ന് വാടക, ഭക്ഷണം, വണ്ടിക്കുള്ള പെട്രോൾ, കറണ്ട് ബില്ല്, വീട്ടിലേക്ക് കൊടുക്കാനുള്ള കാശ്, ഇതെല്ലാം കഴിയുമ്പോൾ അവസാനം കയ്യിലെന്തുണ്ട്? ഒന്നുമില്ല, ഒരു 0. മാസം തോറും കഷ്ടിച്ചട്ടത്ത് നിന്ന് അറ്റത്തേക്ക് മുട്ടിച്ചു പോകുന്നൊരവസ്ഥ. പലർക്കും ഇത് നല്ല പരിചയമുണ്ടാവും. അപ്പോ ഇവിടെയാണ് നമ്മളിൽ പലരും ഒരു വലിയ തെറ്റ് വരുത്തുന്നത്. റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെക്കുറിച്ചൊന്നും ഈ പ്രായത്തിൽ ചിന്തിക്കുകയില്ല. അതൊക്കെ ഒരു 40 വയസ്സ് കഴിഞ്ഞ് നോക്കാം എന്നായിരിക്കും വിചാരം. കാരണം ഈ കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് എങ്ങനെയാ പണം മാറ്റിവെക്കുക? അതുകൊണ്ടതങ്ങനെ നീട്ടി വെക്കും. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? റിട്ടയർമെന്റിനെക്കുറിച്ച് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ല സമയം നിങ്ങളുടെ ആദ്യത്തെ ശമ്പളം കയ്യിൽ കിട്ടുമ്പോൾ തന്നെയാണ്, അല്ലാതെ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടല്ല. അപ്പോൾ ഇതിന് വളരെ ലളിതമായൊരു പരിഹാരമുണ്ട്. അതാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന NPS. അപ്പോൾ എന്താണ് ഈ NPS? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റ് കാലത്തേക്ക് വേണ്ടി പണം സ്വരൂപിക്കാൻ സഹായിക്കുന്നൊരു സർക്കാർ പദ്ധതിയാണ്. ഇതൊരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉള്ളൊരു പ്ലാനല്ല കേട്ടോ, മറിച്ച് ഒരു 30-40 വർഷം നീണ്ടു നിൽക്കുന്നൊരു ലോങ് ടേം യാത്രയാണ്. ശരി, അപ്പോൾ കഥയിലേക്ക് തിരിച്ചുവരാം. അരുൺ തന്റെ 22-ാം വയസ്സിൽ ഈ NPS യാത്ര തുടങ്ങുമ്പോൾ എന്തൊരു മാജിക്കാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അരുൺ ചെയ്തത് വളരെ ലളിതമായ 4 സ്റ്റെപ്പുകളാണ്. 1. ഒരു NPS അക്കൗണ്ട് തുടങ്ങി. 2. മാസം വെറും 2000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 3. ഓരോ വർഷവും ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഒരു 5% വെച്ച് ചെറുതായിട്ടൊന്ന് കൂട്ടി. 4. ഇത് 60 വയസ്സ് വരെ, അതായത് 38 വർഷത്തേക്ക് മുടങ്ങാതെ തുടർന്നു. ആലോചിച്ചു നോക്കൂ, ആഴ്ചയിലൊരു 500 രൂപ മാറ്റിവെച്ചാൽ പോലും ഇത് നടക്കും. അപ്പോൾ ഈ 38 വർഷം കൊണ്ട് അരുൺ സ്വന്തം പോക്കറ്റിൽ നിന്ന് ആകെ എത്ര രൂപ നിക്ഷേപിച്ചു കാണും? ഏകദേശം 30 ലക്ഷം രൂപയിൽ താഴെ മാത്രം. ഇനി കേട്ടോ, അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ 30 ലക്ഷത്തിന്റെ നിക്ഷേപം 60 വയസ്സാവുമ്പോഴേക്കും എത്രയായി വളർന്നെന്നറിയാമോ? ഏകദേശം 2 കോടി രൂപയായി. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും അല്ലേ? ഇവിടെ പണമല്ല ഹീറോ, സമയമാണ്. ഇതിനാണ് നമ്മൾ കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പണത്തിന് പലിശ കിട്ടുന്നു, ആ പലിശയ്ക്ക് വീണ്ടും പലിശ കിട്ടുന്നു. കാലം പോവും തോറും ഇതങ്ങനെ വളർന്ന് ഒരു വലിയ മഞ്ഞുമല പോലെയാവും. ഓക്കെ, അപ്പോൾ ഈ 2 കോടി രൂപ 60 വയസ്സാവുമ്പോൾ എങ്ങനെയാ കയ്യിൽ കിട്ടുക? ഇതിന്റെ 60%, അതായത് ഏകദേശം 1,20,00,000 രൂപ ഒരു ടാക്സുമില്ലാതെ ഒറ്റയടിക്ക് നമുക്ക് കയ്യിൽ കിട്ടും. ബാക്കി വരുന്ന 40%, അതായത് 80 ലക്ഷം രൂപ, നമുക്ക് മാസമാസം പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയിലേക്ക് പോകും. അപ്പോൾ ആ 80 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിൽ നിന്ന് അരുണിന് എന്തു കിട്ടും? എല്ലാ മാസവും ഏകദേശം 45,000 മുതൽ 50,000 രൂപ വരെ പെൻഷനായിട്ട് കിട്ടും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരി, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഒരുപക്ഷേ അരുൺ ഈ നിക്ഷേപം തുടങ്ങാൻ വെറും 3 വർഷം വൈകിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇവിടെയാണ് ശരിക്കും ഞെട്ടിക്കുന്ന വ്യത്യാസം. 22-ാം വയസ്സിൽ തുടങ്ങിയപ്പോൾ 45,000 രൂപയുടെ മുകളിൽ പെൻഷൻ കിട്ടുമായിരുന്നു. പക്ഷേ വെറും 3 വർഷം വൈകി 25-ാം വയസ്സിലാണ് തുടങ്ങിയതെങ്കിലോ പെൻഷൻ 30,000 രൂപയിൽ താഴെയായി കുറഞ്ഞു. കണ്ടോ, ഈ ചെറിയൊരു കാലതാമസം കാരണം ജീവിതകാലം മുഴുവൻ കിട്ടുന്ന വരുമാനത്തിലാണ് എന്ത് വലിയൊരു ഇടിവ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സമയമാണ് ഇവിടുത്തെ ഹീറോ. നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നിങ്ങൾ എപ്പോ തുടങ്ങുന്നു എന്നുള്ളത്. സമയം, അത് തന്നെയാണ് ഇവിടുത്തെ യഥാർത്ഥ ഹീറോ. ഓക്കേ, ഇതുവരെ നമ്മൾ അരുണിന്റെ കഥയല്ലേ കണ്ടത്? ഇനി നമുക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. കാരണം നിങ്ങളുടെ ഭാവിയുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഒരു ചെറിയ മാറ്റം കൊണ്ട് എത്ര വലിയ വ്യത്യാസമുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയേ. മാസം 2000 രൂപയ്ക്ക് പകരം ഒരു 4000 രൂപ നിക്ഷേപിക്കാൻ പറ്റി. ഓരോ വർഷവും ഒരു 10% വെച്ച് ആ തുക കൂട്ടാനും സാധിച്ചാൽ നിങ്ങളുടെ പെൻഷൻ 1 ലക്ഷം രൂപയും കടന്നുപോകും. സംഭവം സിമ്പിളാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്റെ കയ്യിൽ എവിടുന്ന് ഇത്രയും പണമെന്ന്. പക്ഷേ ശരിക്കും ആലോചിച്ച് നോക്കൂ, പ്രശ്നം പലപ്പോഴും വരുമാനക്കുറവല്ല, നമ്മുടെ പ്രയോറിറ്റീസ്, അതായത് മുൻഗണനകളാണ്.
ഒരു പുതിയ ഫോൺ വാങ്ങാനോ ബൈക്ക് മാറ്റാനോ നമ്മൾ എങ്ങനെയെങ്കിലും പണം കണ്ടെത്താറില്ലേ? അതിനേക്കാൾ പ്രാധാന്യം നമ്മുടെ ഭാവിക്കില്ലേ? ഇതൊരു ചോദ്യമാണ്. ഇതിനെല്ലാം പുറമെ NPSന് വേറൊരു കിടിലൻ ഗുണമുണ്ട്: ടാക്സ് ബെനിഫിറ്റ്, അതായത് നികുതി ഇളവുകൾ. 50,000 രൂപ വരെ അധിക നികുതി ഇളവ് നേടാൻ ഇതിലൂടെ പറ്റും. അപ്പോൾ എന്താ ഗുണം? ഇപ്പോൾ ടാക്സും ലാഭിക്കാം, അതോടൊപ്പം നമ്മുടെ റിട്ടയർമെന്റ് കാലത്തേക്കുള്ള സമ്പാദ്യം ഉറപ്പാക്കാം. ഒരു വെടിക്ക് 2 പക്ഷി. അപ്പോൾ അവസാനം ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരുവാണ്. 60 വയസ്സാവുമ്പോൾ സാമ്പത്തികമായി മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ അന്തസ്സായിട്ട് നിൽക്കണോ? അതോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കളെ ആശ്രയിച്ച് ജീവിക്കണോ? ആ തീരുമാനം നിങ്ങളുടേതാണ്. ആ തീരുമാനം എടുക്കേണ്ടത് ഇന്നാണ്.